മോട്ടോർ വാഹന വകുപ്പിൽ വിജിലൻസ് നൽകാനെന്ന പേരിൽ കൈക്കൂലി പിരിവ് നടക്കുന്നു. ചെക്ക് പോസ്റ്റുകളിൽ ചില ഉദ്യോഗസ്ഥരാണ് അഴിമതി പിടിക്കാതിരിക്കാൻ എന്ന പേരിൽ പിരിവ് നടത്തിയത്. കൈക്കൂലി നൽകിയിട്ടും പരിശോധന എന്തിനെന്ന വിജിലൻസ് റെയ്ഡിനിടെ ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോഴാണ് വിവരം പുറത്തായത്. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. പറയൂ ശ്യാംകുമാർ. SKN വിജിലൻസ് ഉദ്യോഗസ്ഥരെ പോലും ഞെട്ടിച്ച ഒരു സംഭവമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ തന്നെ പങ്കുവെക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് പോസ്റ്റുകളിൽ, സംസ്ഥാനത്തെ ചെക്ക് പോസ്റ്റുകളിൽ വിജിലൻസ് വ്യാപക റെയ്ഡ് നടത്തുകയും വിവിധ തരത്തിലുള്ള അഴിമതികളും കൈക്കൂലിയും കണ്ടുപിടിക്കുകയും ചെയ്തിരുന്നു. അവിടെ പാലക്കാട് നടത്തിയ റെയ്ഡിലാണ് ഒരു വിജിലൻസ് CIയോട് മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് പോസ്റ്റുള്ള ഒരു ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നത്, നിങ്ങൾക്കുള്ള വിഹിതം എല്ലാ മാസവും തരുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് റെയ്ഡ് നടത്തിയതെന്ന്. CI അവിടെ വെച്ച് ആ വിവരം കേട്ടതോടുകൂടി ഞെട്ടുകയായിരുന്നു. തുടർന്ന് DYSPയോടും SP-യോടും ഒക്കെ വിവരം പറഞ്ഞപ്പോഴാണ് സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ, അതൊരു സർവീസ് സംഘടനയുടെ നേതാവ് കൂടിയാണ്, അയാളുടെ നേതൃത്വത്തിൽ വിജിലൻസിന് നൽകാനെന്ന പേരിൽ ഈ കൈക്കൂലിയായി വാങ്ങുന്ന പണത്തിന്റെ ഒരു ഭാഗം നീക്കിവെക്കുന്നുണ്ടായിരുന്നു. അത് വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് എല്ലാ മാസവും നൽകും, അപ്പോൾ റെയ്ഡ് ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു മറ്റുദ്യോഗസ്ഥരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. അതിനിടയിലാണ് വിജിലൻസ് റെയ്ഡ് നടക്കുന്നതും കൈക്കൂലി പണമായി വാങ്ങി വെച്ചിരുന്നത് പിടികൂടുന്നതും പലരെയും ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് എടുത്തു മാറ്റുന്നതും ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം തന്നെ നിർത്താൻ സർക്കാർ തീരുമാനിക്കുകയും ചെയ്യുന്നത്. അതിനിടയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് വിജിലൻസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ കേസിൽ ഉൾപ്പെടാതിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ കൂടി കേസെടുത്ത് തുടർ നടപടികൾക്ക് ശുപാർശ ചെയ്യാനാണ് ഇപ്പോൾ വിജിലൻസിന്റെ തീരുമാനം. SKN. ഓക്കെ, താങ്ക് യു ശ്യാംകുമാർ.